രാജ്യ തലസ്ഥാനത്ത് നടത്തിയ കലാപവുമായി ബന്ധപ്പെട്ട എഫ്ഐആർ റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് വീണ്ടും അക്രമ സമരത്തിന് CJP എന്നതാണ് വാർത്ത. കൊൽക്കത്തയിൽ ആക്രമണം നടത്തിയതിലെടുത്ത കേസ് റദ്ദാക്കണമെന്ന CJP ആവശ്യം ബംഗാൾ CJP ഘടകം തന്നെ തള്ളി എന്നതാണ് വരുന്ന വാർത്ത. അവർ പറയുന്നത് ഞങ്ങളല്ല അക്രമം നടത്തിയത്, പുറത്തു നിന്നെത്തിയവർ അക്രമം നടത്തുകയായിരുന്നു, അവർക്കെതിരെ കേസെടുക്കണം എന്ന് CJP ബംഗാൾ ഘടകം തന്നെ പറയുന്നു. പ്രധാനമന്ത്രിയെ അപമാനിച്ചവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ബംഗാളിൽ പലയിടത്തും കേസുകൾ നൽകുകയും അതിശക്തമായ പ്രകടനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് രാജ്യമാസകലം രാഷ്ട്രസ്നേഹികൾ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. പ്രിയ പ്രേക്ഷകരെ, കേരളം മാത്രം മടിച്ചു നിൽക്കരുത് എന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. വാർത്തയിലേക്ക്. കൊൽക്കത്തയിലെ CJP പ്രകടനത്തിൽ അക്രമം നടത്തിയവരുമായി ബന്ധമില്ലെന്ന് CJP ബംഗാൾ നേതാക്കൾ വ്യക്തമാക്കി. ബംഗാൾ സർക്കാർ അക്രമികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് CJP ബംഗാൾ നേതാക്കൾ ആവശ്യപ്പെട്ടു. কেন্দ্রীয় সরকারের যে এতদিন বলা ছিল আমাদের এখান থেকে কেউ পদত্যাগ করবে না, এই জেনজি মুভমেন্টে আমরা তাদেরকে নত করতে পেরে আজকে ধর্মেন্দ্র প্রধানের ইস্তফা পেয়েছি. അഭിജിത് ദീപ്കെ ബംഗാളിലടക്കമെടുത്ത കേസുകൾ റദ്ദാക്കണമെന്ന ആവശ്യം ഉയർത്തുമ്പോഴാണ് ബംഗാൾ ഘടകം ഈ നിലപാട് സ്വീകരിക്കുന്നത്. അതേസമയം CJP പ്രതിഷേധത്തിൽ പ്രധാനമന്ത്രിയെ അപമാനിച്ചവർക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. പ്രധാനമന്ത്രിയെ അപമാനിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ബംഗാളിൽ പലയിടത്തും പ്രകടനങ്ങൾ നടന്നു. പ്രധാനമന്ത്രിയെ അപമാനിക്കുന്നതിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ പങ്കുവയ്ക്കണമെന്നും ജയ്പൂർ ഡയലോഗ് ആവശ്യപ്പെട്ടു. കൊൽക്കത്തയിൽ മാധ്യമപ്രവർത്തകരും CJP അക്രമത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. ജനം, ഡൽഹി.